നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ ബൂസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടുള്ളതാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. നമുക്ക് ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂസ്റ്റും മിൽക്കും കൂടി മിക്സ് ചെയ്തത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിന്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. കേക്ക് വെച്ചിട്ട് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കേക്ക് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. ക്രീം തിക്കായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്, അത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ ലെയറും വെറ്റ് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂസ്റ്റിൻ്റെ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഓരോ ലെയറിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറിൻ്റെ മുകളിലേക്കും കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമുക്കിത് ബൂസ്റ്റ് മിൽക്കിൽ വെറ്റ് ചെയ്തെടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ, മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതൊന്നല്ല കേട്ടോ. നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതും ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്കിത് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഡിസൈൻ കൊടുക്കാം. നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് റോസറ്റ് നോസിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് റോസറ്റ് വരച്ച് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചോക്ലേറ്റിന് എടുത്താണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണേഷ് ആക്കി കൊടുക്കാം. ഷുഗർ ബോൾസ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ.